മച്ചാമാരി പെറ്റ് സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്നത് ഷെയറേട്ടൻ്റെ ലോഫ്റ്റ് വിസിറ്റ് വീഡിയോൻ്റെ പാർട്ട് 3 വീഡിയോ കേട്ടോ. പ്രാവ് വളർത്തുന്നവർക്കും അതുപോലെ തന്നെ പ്രാവ് വളർത്തലിൽ തുടക്കക്കാരായി വരുന്നവർക്കും നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ പഴയ വളർത്തുകാരനെ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞങ്ങളുടെ വീഡിയോസ് നോട്ടിഫിക്കേഷനെ കിട്ടുന്നതാണ്. ആ ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടാണ് എന്തായാലും നിങ്ങൾ ചോദിച്ചതിന് വളരെ നന്ദി. നമ്മൾ മുൻകാലങ്ങളിലെല്ലാം ഈ ആഴ്ചപ്പന്തയങ്ങളാണ് മെയിനായിട്ട് നടക്കുക. ഈ ആഴ്ചപ്പന്തയം നടക്കുമ്പോൾ ചുണ്ണാമ്പുത്തറയിൽ വെച്ചിട്ടാണ് ടൂർണമെൻറ്റുകൾ നടക്കുക. ഈ ചുണ്ണാമ്പുത്തറയിൽ ടൂർണമെൻറ്റ് നടക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം 10 കിലോമീറ്റർ ചുറ്റളവുള്ള ആളുകൾ മത്സരത്തിന് വിടണമെങ്കിൽ ഈ 10 കിലോമീറ്ററിൻ്റെ അപ്പുറത്തുനിന്ന് നമ്മൾ പ്രാവിനെ കൊണ്ടുവന്നിട്ട് ഒന്നോ വടക്കന്തറയോ ചുണ്ണാമ്പുത്തറയിൽ വെച്ചിട്ട് വീശിയാലേ ഇതാവുള്ളൂ. അന്ന് അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള പഴയ ആളുകൾ നമ്മുടെ അനുക്കുട്ടിയണ്ണൻ, ഇവര് കോമളൻ, അതുപോലെ തന്നെ നമ്മുടെ ഗോപിയേട്ടൻ. ഈ ഗോപിയേട്ടനൊക്കെ ഈ ടൂർണമെൻറ്റുകൾക്ക് വേണ്ടിയിട്ട് വളരെ ഏറെ, അദ്ദേഹം ഒരു എൻജിനീയറാണ് എങ്കിൽ പോലും ഈ പ്രാവിൻ്റെ കാര്യങ്ങൾക്ക് സ്വന്തം തൊഴിൽ വിട്ടും പ്രാവ് സ്നേഹികളെ എല്ലാം ഒന്നിച്ച് നിർത്തിയും അതുപോലെ തന്നെ അവർക്ക് വരുന്ന പ്രശ്നങ്ങളിൽ പങ്കാളികളായിട്ടും വളരെ ഏറെ ശ്രമമില്ലാതെ ഈ ടൂർണമെൻറ്റുകൾക്ക് വേണ്ടി പണിയെടുത്ത ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മുടെ മാണിക്കാട്ടൻ, അദ്ദേഹം 10-30 ടൂർണമെൻറ്റ് സ്വന്തം കയ്യിൽ നിന്നും സ്വർണ്ണ കോയൻ എടുത്തുകൊണ്ട് ടൂർണമെൻറ്റ് നടത്തിയ വ്യക്തിയാണ്. അങ്ങനെ ഈ ടൂർണമെൻറ്റിന് വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് ഒരുപാട്, ഇപ്പോൾ കല്ലേക്കാട് ക്യാമ്പിൽ വർഗീസ്, അതുപോലെ തന്നെ നമ്മുടെ മുരളിയേട്ടൻ, അതുപോലെ തന്നെ പോലീസുകാരൻ നടരാജൻ. ഈ നടരാജേട്ടനൊക്കെ ഈ പ്രാവിന് വേണ്ടിയിട്ട് പോലീസ് ജോലി ഉണ്ടെങ്കിൽ പോലും ഒരു പ്രാവ് സ്നേഹിക്ക് ഏതെങ്കിലും പ്രാവ് കളവ് പോവുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നമോ ആയിക്കഴിഞ്ഞാൽ സ്വന്തം കാര്യത്തെ പോലെ പിന്നിൽ നിന്ന് അതിന് വേണ്ട കൈകാര്യം ചെയ്തു തരുന്ന വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. 2 ദിവസത്തിന് മുന്നിൽ നമ്മളെ വിട്ട് പിരിഞ്ഞ വിവരം കൂടി ഇതിനോടൊപ്പം നിങ്ങൾ ഏവരെയും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നേരത്തെ നമ്മുടെ പരസ്വട്ടൻ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാരിൽ പരസ്വട്ടൻ ഇന്നും ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ പ്രാവുമായിട്ട് ഇല്ല എങ്കിൽ പോലും. അതുപോലെ തന്നെ ബജാറ്, മുരുകണ്ണൻ, വാദ്യാര്, ചരടുമണി, ചൊക്കണ്ണൻ, ഇങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത ആളുകൾ നമ്മുടെ ഈ പ്രാവിൻ്റെ നല്ല ഒരു ഭാവിക്ക് വേണ്ടിയും ടൂർണമെൻറ്റുകളുടെ നല്ല നടത്തിപ്പിന് വേണ്ടിയും വളരെയേറെ അധ്വാനിച്ചിട്ടുള്ള വ്യക്തികളാണ്. അവരിൽ 3/4 പേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അവരുടെ എല്ലാ സഹായത്തോടു കൂടിയാണ് നമ്മൾ പാലക്കാട് കല്യാൺ ടൂർണമെൻറ്റ് രൂപീകരിച്ചത്. അതുപോലെ തന്നെ ഈ 2000-ന് വളരെ ചിട്ടയോടുകൂടി പാലക്കാട്ട് 8-10 ടൂർണമെൻറ്റുകൾ തന്നെ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ കൊടുതിരിപ്പുള്ളിയിൽ മാഷ് എന്ന് പറയും, അദ്ദേഹം, പാൽസ്വാമി, അതുപോലെ തന്നെ ചന്ദ്രേട്ടൻ, ഇവരൊക്കെ വളരെ പ്രാവുകളുടെ മത്സരത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു ഡൊണേഷനായാലും നല്ല ഒരു പ്രോത്സാഹനത്തിന് വേണ്ടി ട്രോഫികളോ പണമോ സഹായം ഉണ്ടെങ്കിൽ അതെല്ലാം തന്ന് സഹായിക്കുന്ന, ഇന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ഇവരെ എല്ലാവരെയും വിട്ടുപോയിട്ടുള്ള മുഴുവൻ പേരെയും ഈ വേളയിൽ ഞാൻ വീണ്ടും ഒന്ന് ഓർക്കുകയാണ്. ശരിയോടെ, അപ്പോൾ ഈ പ്രാവിൻ്റെ മേഖലയിലേക്ക് ഇപ്പോൾ ഒരുപാട് ആളുകൾ തുടക്കക്കാരായിട്ട് വരുന്നുണ്ട് പ്രാവിൻ്റെ മേഖലയിൽ. അപ്പോൾ അവർ കൂടുതലായിട്ട് കാണുന്നൊരു പ്രശ്നം പറഞ്ഞാൽ പ്രാവുകൾക്ക് അസുഖം വന്ന് ചത്തുപോകുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ തുടക്കക്കാർക്ക് വളർത്തുന്ന പ്രാവുകൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന അസുഖങ്ങളുടെ മരുന്നുകളെ കുറിച്ചൊന്ന് പറയാൻ പറ്റും? എന്തായാലും നമ്മൾ ഒരു പ്രാവ് സ്നേഹി എന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, നമ്മളൊരു പ്രാവ് വളർത്താൻ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആദ്യമായി വേണ്ടത് നല്ല അടച്ചുറപ്പുള്ള
കൂട്. കാരണം നമ്മൾ നല്ല വില കൊടുത്ത് പല ഭാഗത്തു നിന്നും പ്രാവുകൾ വാങ്ങിച്ചു വന്നു കഴിഞ്ഞാൽ ആ പ്രാവുകൾക്ക് നല്ല രൂപത്തിലുള്ള കൂട് ഇല്ല എങ്കിൽ അത് പൂച്ചയോ നായോ കൊണ്ടുപോയി നമുക്ക് വളരെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നീട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരാഴ്ചക്ക് ഒരു തവണയെങ്കിലും പ്രാവ് കൂട് വൃത്തിയാക്കുക, അതിൽ പേപ്പറുകൾ മാറ്റി വയ്ക്കുക, അതുപോലെ തന്നെ കൂട് ചുരണ്ടി വൃത്തിയാക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്രാവുകൾക്ക് എപ്പോഴും അസുഖങ്ങൾ വളരെ റയറായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വാങ്ങിക്കുന്ന തീറ്റകൾ, ഈ തീറ്റകൾ സാധാരണഗതിയിൽ നമ്മൾ ഓരോരോ ഭാഗം വാങ്ങിക്കുമ്പോൾ അതിൽ പുഴുക്കൾ വരാതിരിക്കാനുള്ള മരുന്ന് അടിച്ചിട്ടാണ് വരിക. അത് നമ്മൾക്ക് പ്രാവുകൾക്ക് കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നമ്മൾ ആ തീറ്റ നന്നായി കഴുകി വൃത്തിയാക്കി ഡ്രൈ ഫുഡാണ് പ്രാവുകൾക്ക് വേണ്ടത്. ഉണങ്ങിയ ആഹാരങ്ങൾ പ്രാവിന് കൊടുക്കാനുള്ള ശീലം. അതുപോലെ തന്നെ വെള്ളം, രാവിലെ വെച്ച വെള്ളം വൈകുന്നേരം, വൈകുന്നേരം വെച്ച വെള്ളം രാവിലെ എന്നുള്ള നിലയില്ലാതെ പ്രാവുകളെ എപ്പോഴാണോ തുറന്നു വിടുന്നത് ആ നേരത്തെ പുതിയതായിട്ടുള്ള വെള്ളം വെക്കാനുള്ള ശ്രമം നിർബന്ധമായി നടത്തുക. അതുപോലെ തന്നെ പ്രാവുകളെ സമയാസമയങ്ങളിൽ രാത്രി 8 മണിക്കാണ് നിങ്ങൾ തീറ്റ കൊടുക്കുന്നതെങ്കിൽ ആ 8 മണിക്ക് മസ്റ്റായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുഞ്ച് വിരിച്ച പ്രാവുകൾക്കാണ് നിങ്ങൾ തീറ്റ കൊടുക്കുന്നതെങ്കിൽ രാവിലെ കൊടുക്കുമ്പോൾ ആ രാവിലെ, വൈകുന്നേരം ഈ 2 നേരം കുഞ്ച് വിരിച്ച പ്രാവുകൾക്ക് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ജോഡി ചേർത്തി ആ പ്രാവ് മുട്ടയിട്ട് കുഞ്ച് വിരിച്ചു എങ്കിൽ 10 ദിവസം കൂടുമ്പോഴെങ്കിലും ആ കുഞ്ച് വിരിച്ച ആ ഒരു പാത്രം വൃത്തിയായി സൂക്ഷിക്കുക. കാരണം ഈ കുഞ്ഞുങ്ങളുടെ കാട്ടം വീണ് അത് നനവ് വരുമ്പോൾ ആ നനവിൽ തന്നെ കുഞ്ഞുങ്ങൾ കിടക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് തീറ്റ ദഹിക്കാതെ ചത്തുപോകാനുള്ള സാഹചര്യം ഓവറായിട്ടുണ്ട്. അപ്പോൾ 10 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ആ കൂട് നന്നായി വൃത്തിയാക്കിയിട്ട് വെക്കാനുള്ള ശ്രമം നടത്തുക. അതുപോലെ തന്നെ നമ്മൾ ഒരു ജോഡി ചേർത്തുന്നതിൻ്റെ മുന്നിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ആദ്യമായി നമ്മളുടെ കയ്യിലുള്ള പ്രാവുകളിൽ ആൺപ്രാവായിക്കോട്ടെ പെൺപ്രാവായിക്കോട്ടെ അതിനെ ക്വാറന്റൈനിൽ നിർത്തുക. ഒരു 2 മാസം 3 മാസം, ഒരു വർഷത്തിൽ നമ്മൾക്ക് എപ്പോഴും തന്നെ ഒരു 2 ഈറ്റോ 3 ഈറ്റോ കുഞ്ചുകൾ എടുക്കാൻ പാടുള്ളൂ. അതിൽ ഓരോരോ കുഞ്ചാണ് എടുക്കുന്നത് എങ്കിൽ ആ കുഞ്ഞുങ്ങൾ നല്ല ആരോഗ്യത്തോടെ ഉണ്ടാകും. അപ്പം നമ്മളതിന് ചെയ്യേണ്ടത്, നമ്മൾ ഈ ക്വാറന്റൈനിൽ നിർത്തുന്ന സമയത്ത് തന്നെ ഈ പ്രാവുകൾക്ക് ഒന്ന് അതിൻ്റെ ശരീരത്തിലുള്ള പുഴുക്കളെ ഒഴിവാക്കുക. അതായത് വിരയ്ക്ക് കൊടുക്കുക എന്ന് പറയും. ആ വിരയ്ക്ക് കൊടുക്കുക, അതുപോലെ തന്നെ പേരിനെ മുക്കുക, അങ്ങനെയുള്ള ഒരു കർമ്മങ്ങളുണ്ട്. അത് ചെയ്യേണ്ടത് ആദ്യമായിട്ട് നമ്മൾ വിരയ്ക്ക് മുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരു മരുന്ന് കാണിച്ചു തരാം. ഇതാണ്, ഇത് ഹൈടെക് എന്നുള്ള ഒരു മരുന്നാണ്. ഈ ഹൈടെക് ഇതിൽ വലിയ പ്രാവുകൾക്കാണ് എങ്കിൽ ഒരു 5 തുള്ളി, ചെറിയ പ്രാവുകൾക്കാണ് പറഞ്ഞാൽ ഒരു 3 തുള്ളി ഇത് കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വട്ടം കൂടി നമുക്ക് വിരയ്ക്ക് കൊടുക്കണം. ആ വിരയ്ക്ക് കൊടുക്കുന്നത് നമ്മൾ പപ്രാസിൻ, ഈ പെപ്രാസിൻ വാങ്ങിച്ച് 15ാമത്തെ ദിവസം കൊടുക്കുന്നത് പപ്രാസിൻ കൊടുക്കുക. ആദ്യം ഹൈടെക് കൊടുത്താൽ ഇത് കൊടുക്കുക, മാറ്റി കൊടുക്കുക. ഇതിന് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു ബോട്ടിൽ അതിൽ ഒഴിച്ചിട്ട് ഓരോ പ്രാവുകൾക്കും 20 മില്ലി വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. ഈ കൊടുത്തിട്ട് ഇന്ന് കൊടുത്ത് നാളെ ഒന്നും ചെയ്യേണ്ട, മറ്റന്നാളേക്ക് കുറച്ച് വിറ്റമിൻസ് എന്തെങ്കിലും ആ പ്രാവുകൾക്ക് കൊടുക്കുക. അതും സാമ്പത്തികമായിട്ട് ഇല്ല എങ്കിൽ നമുക്ക് ഗ്ലൂക്കോസ് വാങ്ങി വെള്ളത്തിൽ കലക്കി അതിനെ കുടിക്കാൻ കൊടുക്കുക. അതുപോലെ തന്നെ 1 ലിറ്റർ തൈര് വാങ്ങി ആ തൈരിൽ ഒരു 2 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ തെളിനീര്, ഈ തെളിനീര് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നത്, ഇത് വിര 2 തവണ കൊടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ വിരകളും ചത്തുപോകും. ആ ചത്തുപോയി കഴിഞ്ഞാൽ പുതിയ വിര ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തൈരിൽ കലക്കി വെള്ളം കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പ്രാവിന് പുതിയ വിരകൾ ഉണ്ടാകുകയും ദഹനശക്തി പ്രക്രിയ കറക്റ്റായിട്ട് നടക്കുകയും പ്രാവ് നല്ല വിധത്തിൽ തീറ്റിയെടുത്ത് ആരോഗ്യത്തോടെ നിൽക്കും. ഒരു 20 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ടിക്ടോക്സ് എന്നുള്ള മരുന്ന്. ഇത് ഒരു 15 ലിറ്റർ വെള്ളം, 15-20 എന്ന് കണക്കായിക്കുള്ളൂ. അതിൽ ഈ കുപ്പിയുടെ ഒരു മൂടി അതിൽ കലക്കി നല്ലവണ്ണം ഇളക്കുന്ന സമയത്ത് കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്താൽ വളരെ നന്നായിരിക്കും. ഇത് ചെയ്തിട്ട് ആ പ്രാവുകളെ തല അല്ലാതെ മറ്റുള്ള ഭാഗങ്ങൾ നല്ല രൂപത്തിൽ മുക്കി
നല്ല വെയിലുള്ള സമയത്തിൽ ഇത് ചെയ്യണം. രാവിലെ ഒരു 10 മണിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു 2 മണി 3 മണി വരെയെങ്കിലും അത് ശരീരത്തിൽ ഉള്ള കംപ്ലീറ്റ് നനവും പോയി പ്രാവുന്നു ഫ്രഷ് ആകുന്നവരെ നിർത്തി അതിനുശേഷം കൂട്ടിലടയ്ക്കാനുള്ള സംവിധാനങ്ങൾ കാണുക. ഇത് രണ്ടും ചെയ്യുമ്പോൾ തന്നെ പ്രാവിൻ്റെ വയറ്റിൻ്റെ ഉള്ളിലുള്ള ഇത് കേട് കഴിഞ്ഞു, ശരീരത്തിൻ്റെ പുറത്തുള്ള കേട് കഴിഞ്ഞു. ഇത് ചെയ്യുന്നതിനോടൊപ്പം ചെയ്യേണ്ടത് പ്രാവിൻ്റെ കൂടുകൾ മുഴുവനായി നന്നായിട്ട് ചുരണ്ടിയതിന് ശേഷം ഈ മരുന്ന് ഇത് 650 രൂപ വില വരും. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 1 മൂടി ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഒരു ബോട്ടിലിൽ സ്പ്രേ ചെയ്ത് മുഴുവൻ കൂടുകളിലും സ്പ്രേ ചെയ്യുകയാണെങ്കിൽ കൂട്ടിലുള്ള വണ്ടുകളോ പുഴുക്കളോ നമുക്കൊരു 3-4 മാസത്തിന് ഇതിൻ്റെ അടുത്ത് കൂടെ പോണ്ട. അപ്പോൾ നമുക്ക് പ്രാവുകളുടെ ഇതിൽ കൂടുകളുടെ ഇതിലെല്ലാം നമുക്ക് ക്ലിയറായി. പിന്നെ നമുക്കുള്ളത് ഈ പ്രാവുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മപ്പ് കാണും, പുതച്ചു മൂടി നിൽക്കും. ഈ പുതച്ചു മൂടി നിൽക്കുന്നത് മറ്റുള്ള അസുഖങ്ങൾക്ക്, ഈ പുതച്ചു മൂടി നിൽക്കുന്നത് ഒരു അസുഖമല്ല, പക്ഷെ വേറെ ഒരു അസുഖങ്ങൾക്ക് മുന്നിലെ ഈ ആദ്യം ഇത് ഉണ്ടാകുക ഒരു പനി. അപ്പം ആ പനിക്ക് നമ്മൾ തൽക്കാലത്തിന് ആദ്യത്തെ ദിവസം തന്നെ വല്ല വിറ്റമിൻസ് ഏതെങ്കിലും മരുന്നുകൾ ഒരു 3 തുള്ളിയോ 4 തുള്ളിയോ 1 ദിവസം 2 ദിവസം കൊടുത്തു നോക്കുക. മാറിയിട്ടില്ല എങ്കിൽ മാത്രം ഒരു ആൻറ്റിബയോട്ടിക് അതിൽ കൊടുക്കുക. അതുപോലെ തന്നെ 2 ദിവസം കൊടുത്തു 3 ദിവസം കൊടുത്തു മാറുന്നില്ല എന്ന് പറഞ്ഞാൽ 1 ദിവസം നിർത്തി വെച്ചിട്ട് വീണ്ടും ഇത് ഒരു 3 ദിവസം കൂടെ തുടർന്ന് പോവുകയാണെങ്കിൽ ആ അസുഖം മാറും. ഇനി ചില പ്രാവുകൾക്ക് അതിൻ്റെ തൊണ്ടയിൽ പറയുമ്പോൾ ആഹാരം പോകുന്ന ആ റൂട്ടിൽ ഒരു മുഴ പോലെ ഉണ്ടാവും, മഞ്ഞ കളറിൽ ഒരു പുണ്ണുണ്ടാവും, വസൂരി പോലെയുള്ള ഒരു പുണ്ണുണ്ടാവും. അതിന് നമ്മൾ ഫ്ലാജിൽ എന്നുള്ള ഒരു ടാബ്ലറ്റ് ഉണ്ട്. ഈ ഫ്ലാജിൽ ടാബ്ലറ്റ് ഒരെണ്ണം എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ മെരിക്വിൻ ടാബ്ലറ്റ് അത് ഒരെണ്ണം, ഡോക്സി-1 ടാബ്ലറ്റ് അത് ഒരെണ്ണം. ഈ 3 എണ്ണം പാടെ 250 മില്ലി വെള്ളത്തിൽ ഈ 3 എണ്ണം ഇട്ടിട്ട് നന്നായി ഇളക്കി സെറ്റായതിനു ശേഷം ഈ പ്രാവുകൾക്ക് അടിച്ചു കൊടുക്കുക. ഈ പ്രാവുകൾക്ക് ഒരു 10 മില്ലിയോ 20 മില്ലിയോ വെച്ച് നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു 4-5 ദിവസം അടിച്ചു കഴിഞ്ഞാൽ ആ വഴിയിലുള്ള മുഴുവൻ പുണ്ണിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാകും ചെയ്യും. ഈ തൊണ്ടയിലുള്ളത്, ഈ റൂട്ടിലുള്ളതിനെ നിങ്ങൾ ഒരു സൂചിപ്പിന്നിൻ്റെ ഈ വളഞ്ഞ ഭാഗം അതിട്ടിട്ട് നിങ്ങൾ ഒന്ന് ചുരണ്ടി എടുത്തതിന് ശേഷം അതിനെ ഓവറായിട്ട് കുത്തി മുറിയാക്കാതെ മുകൾ ഭാഗത്തുള്ള പാട മാത്രം നീക്കി അതിൽ ഉപ്പും മഞ്ഞപ്പൊടിയും വെച്ച് കൊടുത്താലും നിങ്ങൾക്കത് വളരെയേറെ സമാധാനം കിട്ടും. പിന്നെയുള്ളത് പ്രാവിനുള്ളത് കഫക്കെട്ടാണ്. ഈ കഫക്കെട്ടിന് അസിത്രോബൈസിൻ, ഈ അസിത്രോള് ഇതിൻ്റെ 200ൻ്റെ സിറപ്പാണ്. ഇതൊരു 5 തുള്ളി, ഈ 5 തുള്ളി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു 3 ദിവസം കൊടുക്കുമ്പോഴേക്കും നിങ്ങൾക്കത് മാറും. ഈ 3 ദിവസം കൊടുക്കുന്നത് 5 ദിവസം കൊടുത്താലും നിങ്ങൾക്കതിൽ കുഴപ്പമില്ല, അത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇത് വരുന്ന സമയത്ത് കണ്ണിലെ അസുഖം വരാൻ സാധ്യത കൂടുതലാണ്. കഫക്കെട്ട് മൂർച്ഛിക്കുമ്പോൾ ഇതിൽ മൂക്കായാലും വായായാലും കണ്ണായാലും ഈ ഹോളുകൾ എവിടെയുണ്ടോ അവിടെയൊക്കെ അതിൻ്റെ പ്രഷർ പുറത്ത് വരുമ്പോൾ കണ്ണിൽ കൂടിയും വരാം, മൂക്ക് വഴിക്ക് വരാം, വായക്കൂടി വരാം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ മരുന്ന് കൊടുക്കുന്നതിന്, അസിത്രോൾ കൊടുക്കുന്നതിൻ്റെ മുന്നിൽ ASI-100 കൊടുക്കാം, അസിത്രോമൈസിൻ കൊടുക്കാം. ഏത് മരുന്ന് കൊടുക്കുകയാണെന്ന് വെച്ചാലും അത് ഒരു തുവലെടുത്ത് അതിൻ്റെ വായക്കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഈ സിറപ്പുകളിൽ ഒറ്റിച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ലേശം ചുടുവെള്ളം തിളപ്പിച്ച് ആറ്റിയ ചുടുവെള്ളം നമ്മുടെ ശരീരത്തിൽ ഒഴിക്കാൻ പറ്റുന്ന ചൂട് മാത്രം വെച്ച് ആ പ്രാവുകളെ അടിച്ചു കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഈ കഫം കംപ്ലീറ്റ് അലിഞ്ഞ് മലത്ത് കൂടെ പുറത്തു പോയിക്കോളും. അതുപോലെ തന്നെ കണ്ണിൽ നമ്മുടെ കയ്യിലുള്ള സിപ്ലോക്സിഡേ ഈ സിറപ്പാണ് എങ്കിൽ അതിനെ കണ്ണിൽ, 2 കണ്ണിലും, ഒരു കണ്ണിൽ വേദന ഉണ്ടെങ്കിലും 2 കണ്ണിലും തുടർച്ചയായിട്ട് നമ്മൾ രാവിലെയും വൈകുന്നേരം ഒരു 3 ദിവസം എങ്കിലും, 5 ദിവസമാണ് ഇതിൻ്റെ കണക്ക്, 3 ദിവസമെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആ പ്രാവിൻ്റെ കണ്ണസുഖം മാറും, കഫക്കെട്ടിൻ്റെ പ്രശ്നം മാറും.
ഇനി കണ്ണസുഖം അതുകൊണ്ട് മാറിയില്ല എന്നുള്ളത് തോന്നുകയാണെങ്കിൽ നമ്മൾ അപ്പം ചെയ്യേണ്ടത് ബെൻഡസിൻ ഈ മരുന്ന്, ഇത് മാടിൻ്റെ അകിട് പഴുപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതിനെ വളരെ ചെറിയ തോതിൽ മാത്രം അതിൻ്റെ കണ്ണിൽ ഡ്രോപ്സ് ഒന്നും വേണ്ട, വെറുതെ ഒന്ന് ടച്ച് ചെയ്തിട്ട് എടുത്താൽ മതി. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ണുവേദന എത്രയും പെട്ടെന്ന് മാറി കിട്ടും. അതുപോലെ തന്നെ പ്രാവുകൾ മുട്ടയിട്ടിട്ട് 2 കാലും വരാതെ ആകുന്ന ഒരു ഇതുണ്ട്. ആ നേരത്ത് നമ്മൾ കൊടുക്കേണ്ടത് ന്യൂറോബിൻ പോട്ട്. ഈ ന്യൂറോബിൻ പോട്ട് ശരീരത്തിലുള്ള ഞരമ്പ് സംബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും നമുക്ക് ഇത് ഉപയോഗിക്കാം. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത വളരെ നല്ല ഒരു ഗുളികയാണ്. ഇതിനെ നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ പ്രാവുകൾക്ക് ഈ നിലവിൽ നിലത്തായിരുന്നു പ്രാവുകളെ എല്ലാവരും വളർത്തിയത്. ഇപ്പോൾ അതെല്ലാം മാറി ടെറസിൻ്റെ മേലെ ആകുമ്പോൾ പ്രാവുകൾക്ക് വേണ്ട ആഹാരം, പ്രാവുകൾക്ക് വേണ്ട ശരീരത്തിലുള്ള കാൽസ്യം ഇത് നമുക്ക് കിട്ടാറില്ല. അതിനെ നമ്മൾ ഗ്രിറ്റ് രൂപത്തിൽ ഉണ്ടാക്കി ഈ പ്രാവുകൾക്ക് തിന്നാൻ കൊടുക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. എന്നാലും ഈ 15 ദിവസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ ഗ്രോലി ടോട്ടൽ, അതുപോലെ തന്നെ ഗ്രോവി പ്ലസ്, ഈ സിറപ്പുകൾ 1 ലിറ്റർ വെള്ളത്തിൽ ഇതിൻ്റെ ഒരു മൂടി കലക്കിയിട്ട് നിങ്ങൾ 15 ദിവസത്തിലെ ഒരിക്കലെങ്കിലും ഇത് നിങ്ങൾ കൊടുക്കുകയാണെന്ന് വെച്ചാൽ മുട്ട സംബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു നല്ല എഫക്റ്റ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളിലെ കഫക്കെട്ട്, ഈ കഫക്കെട്ട് വരുന്ന സമയത്ത് ആ കഫക്കെട്ട് ഉള്ള ഇതിലെ നമുക്ക് സിങ്കോവിറ്റ് പ്രാവുകൾക്ക് കഫക്കെട്ടല്ല, നമ്മൾ കൈത്തീറ്റ കൊടുക്കുന്ന സമയത്ത് പ്രാവുകളുടെ നല്ല വളർച്ചയ്ക്ക് ഗ്രോവി ബൂസ്റ്ററോ അതല്ലെങ്കിൽ സിങ്കോവിറ്റോ സിറപ്പ് ഒരു 3 തുള്ളി ആ ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യത്തോടുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടും. പിന്നെ നമ്മളിപ്പോൾ പറയാനുള്ളത് നെഞ്ഞുവറ്റലാണ് പിന്നീടുള്ള അസുഖം. ഈ നെഞ്ഞുവറ്റലിന് ഇപ്പോൾ നമ്മളടുത്ത് സിപ്രാൻ ടാബ്ലറ്റ്, ഈ സിപ്രാൻ ടാബ്ലറ്റിൻ്റെ ഇത് 250 ഇതിൻ്റെ നേരെ പകുതി, ഈ നേരെ പകുതി ഒരു പകുതി ടാബ്ലറ്റ്, അതിൻ്റെ കൂടെ സെർക്കോള് ഈ ടാബ്ലറ്റും ചേർത്തിയിട്ട് നമ്മൾ ആ പ്രാവിനെ കൊടുക്കുകയാണെങ്കിൽ പ്രാവിന് അസുഖങ്ങൾ മാറാനുള്ള ഇത് സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഈ പ്രാവിൻ്റെ മോറ് നോക്കുമ്പോൾ തന്നെ ഈ തീറ്റ എടുക്കാതെ മോറ് വെളുത്തിട്ടുണ്ടാകും. അതായത് ചോര ഓട്ടം കമ്മിയാകുമ്പോഴാണ് ഈ മുഖത്തേക്ക് വെള്ള കളറിൽ ഒരു ഇത് ഉണ്ടാകുക, ക്ഷീണം നമുക്ക് പറയിട്ട് അറിയും. ആ നേരത്ത് കറുത്ത മുന്തിരി അത് വെള്ളത്തിൽ ഊറാൻ വെച്ചതിന് ശേഷം ഈ ഗുളിക കൊടുത്തതിന് ശേഷം ഒരു 3 എണ്ണം വെച്ചിട്ട് നമ്മൾ ഒരു 6 ദിവസം കൊടുക്കുകയാണെങ്കിൽ ഈ പ്രാവ് നല്ല രൂപത്തിൽ തീറ്റയെടുക്കാനും പഴയ ആരോഗ്യം തിരിച്ചു കിട്ടാനും വളരെ ഏറെ ഉത്തമമായിരിക്കും. ശരിയേട്ടാ, പിന്നെ ഇപ്പം ഈ പറഞ്ഞ അസുഖങ്ങളല്ലാണ്ട് പിന്നെ കണ്ടുവരുന്ന അസുഖങ്ങൾ ഈ പ്രാവ് ഇങ്ങനെ തൂങ്ങി നിൽക്കുക, ക്ഷീണം പോലെ പ്രാവുകൾക്ക് കാണാം. പിന്നെ അതുപോലെ തന്നെ ഈ തലയിറക്കം, അതൊക്കെ അതിനുള്ള മെഡിസിൻസ് ഒക്കെ എന്തൊക്കെയാണ്? മെഡിസിൻ എന്ന് പറയുമ്പോൾ ഈ നമുക്ക് ഒരു പ്രാവിനെ ടയേർഡായിട്ട് നിൽക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണത്തിന് കോട്രമീസൻ, ഈ കോട്രമീസൻ ഒരു നുള്ള്, ഒരു 5 മില്ലി വെള്ളം എടുത്തിട്ട് അതിൽ ഒരു നുള്ള് 2 വിരലിൽ വരുന്ന ഒരു നുള്ളെടുത്തിട്ട് ആ പൊടി അതിടുക. അതുപോലെ തന്നെ നമ്മളെടുത്ത് ഗ്രോവി ബൂസ്റ്റ്, അത് വലിയ കുപ്പി വാങ്ങിച്ചാൽ അതിൽ ഇതിൻ്റെ കണ്ടന്റ് അതിലുണ്ടാകില്ല. ഈ ചെറിയ കുപ്പി വാങ്ങിക്കുന്നതാണ് അധികാമ്യം. ഈ ചെറിയ കുപ്പിയിൽ ഇതിൽ ഒരു 5 തുള്ളി, ഈ 5 തുള്ളി ഈ 5 മില്ലി വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്തിട്ട് ആ പ്രാവിനെ അടിച്ചു കൊടുക്കുകയാണ് എങ്കിൽ തുടർച്ചയായിട്ട് രാവിലെയും വൈകുന്നേരം 2 നേരം ആ കുഞ്ഞുകൾക്ക് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഏറി വന്ന ഒരു 5 ദിവസം കൊണ്ട് ആ കുഞ്ഞ് നല്ല ആരോഗ്യത്തോടു കൂടി നിൽക്കുന്നത് നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. അതുപോലെ നെഞ്ഞുവറ്റിൽ വന്ന പ്രാവുകൾക്കും ഇത് ഉപയോഗിക്കാം, കുഴപ്പമില്ല. പിന്നെ നമുക്ക് തലയാട്ടി, നിങ്ങൾ ചോദിച്ചതിൽ തലയാട്ടിയാണ് നിങ്ങളുടെ ഇത്. ഈ തലയാട്ടിക്ക് ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കൂടുതലായി കൊടുക്കുന്ന സമയത്ത് പ്രാവുകൾക്ക് കരുവിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. അപ്പം അത് നമ്മൾ ഹോമിയോയിലേക്ക് കയറുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഈ ഹോമിയോയിൽ നമ്മൾ കൊടുക്കുമ്പോൾ അസനിക് ആൽബം എന്ന് പറയുന്ന ഒരു സിറപ്പുണ്ട്, അത് 240 രൂപ എന്താ വില വരുന്നുണ്ട്. ഈ അസനിക് ആൽബം വാങ്ങിച്ചിട്ട് അതിൻ്റെ മൂടി
അതിൻ്റെ മൂടിയിൽ ആ സിറപ്പ് ഫുള്ളായിട്ട് എടുക്കുക. 200 മില്ലി വെള്ളം, ആ വെള്ളത്തിൽ ഈ മരുന്നിനെ കലക്കിയിട്ട് നമ്മൾ അതിൽ നിന്ന് വലിച്ചിട്ട് നമുക്ക് ഓരോ പ്രാവിനും 10 മില്ലി വീതം കൊടുക്കുമ്പോൾ 20 പ്രാവുകൾക്ക് നമുക്ക് ഈ 200 മില്ലി വെള്ളം കൊടുക്കാൻ കഴിയും. ഇത് രാവിലെയും വൈകുന്നേരം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഒരു 7-8 ദിവസം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഈ തലയാട്ടി അസുഖം കണ്ട പ്രാവിനെ മാറ്റിയിടുകയും ബാക്കിയുള്ള മുഴുവൻ പ്രാവുകൾക്ക് ഇത് അടിക്കുക, മറ്റ് വന്ന പ്രാവുകൾക്ക് കണ്ടിന്യൂ ആയിട്ട് വീണ്ടും ഒരു 10 ദിവസം. ഇതെന്തായാലും ഇതിൻ്റെ പ്രക്രിയ തുടർച്ചയായിട്ട് നടന്നാൽ മാത്രമാണ് അതിൻ്റെ തല കറക്കം നമുക്ക് വിട്ടുമാറുള്ളൂ. ഈ മാറിയതിന് ശേഷം മാറിയതിന് നമ്മുടെ മറ്റുള്ള പ്രാവുകൾക്കൊന്നും വരുന്നില്ല, 10 ദിവസം കഴിഞ്ഞ് വരുന്നില്ല എങ്കിൽ ആ പ്രാവുകളുടെ കാട്ടം നോക്കിയാൽ നമുക്കറിയാം. കട്ടിയിലുള്ള കാട്ടം, അതിൻ്റെ മേലെ വെള്ള റയർ വരും. അതേ നേരത്ത് അസുഖമുള്ള പ്രാവുകൾക്കാണ് എങ്കിൽ വെള്ളം പോലെയും അതിലെ ചെറിയ തീപ്പെട്ടിക്കൊള്ളിൻ്റെ വണ്ണത്തിൽ പച്ച കളറിലുള്ള ഓരോരോ കഷ്ണമായിട്ട് അതിൽ കാണാം. അത് മാറിയിട്ട് കട്ടിയുള്ള നമ്മൾ കൈകൊണ്ടെടുത്ത് കളയുന്ന ലെവലിലുള്ള ഇതാണ് വരുന്നത്, കാഷ്ടമാണ് വരുന്നത് എങ്കിൽ ആ പ്രാവുകളുടെ ശരീരത്തിൽ നിന്ന് അസുഖം വിട്ടുമാറി എന്ന് നമുക്ക് ഉറപ്പിക്കും ചെയ്യാം. നമ്മുടെ പ്രാവുകളുടെ കൂടെ ആ പ്രാവുകളെ ചേർത്തും ചെയ്യാം. ആ ഇത് ചേർത്തുന്ന സമയത്ത് അൽഫ എന്ന് പറയുന്ന ഒരു സിറപ്പുണ്ട്. ആ സിറപ്പും കൂടി വാങ്ങിച്ചിട്ട് നമ്മൾ ഇതേ നിലയ്ക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ചെറിയ തോതിലുള്ള പല കറക്കങ്ങൾ മാറിക്കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് സൈഡ് എഫക്റ്റുകളോ പ്രാവിന് കരുവോ ആകാത്ത, മുട്ട ഇടാത്ത ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ഇതൊക്കെ അനുഭവത്തിൽ കൂടി മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് വസൂരിയാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ഈ വസൂരിക്ക് ഇന്ന് ഒരുപാട് മരുന്നുകളുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മുടെ കോട്ടയത്തുനിന്ന് കൊല്ലത്തുനിന്ന് ഒരു മരുന്ന് ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങിയതാണ്. ഇതൊരു 7 വർഷമായി. ഫോക്സിനുള്ള മരുന്നാണ് ഫോക്സ്. ഈ മരുന്ന് ഇത് 300 രൂപ വില വരുന്നുണ്ട്. 300 പ്ലസ് മറ്റേ നമ്മൾ എത്തിച്ചേരുന്നതിനുള്ള ചാർജും. ഇത് മോളത്തെ റയർ അടത്തി സൂചി പിന്നിൽ വരുന്ന പോയിന്റ് അത്രയും വളരെ കുറവ് മരുന്ന് ഇതിൽ വെച്ച് കൊടുക്കുകയാണ് എങ്കിൽ കണ്ണിൻ്റെ അവിടേക്കൊന്നും പോകാൻ നിൽക്കേണ്ട. മലദ്വാരത്തിലാണ് ഈ വസൂരി കൂടുതലായിട്ട് വരുന്നതും, മുഖത്തും മലദ്വാരത്തുമാണ്. അതിൽ റിസ്ക് മലദ്വാരം വരുന്ന സമയത്ത് മലം പോകാതെ മുറുകിയിട്ട് പ്രാവ് ചാകാനുള്ള അത് കൂടുതലാണ്. അപ്പോൾ കണ്ണൊഴികെ മറ്റുള്ള ഭാഗങ്ങളിലെല്ലാം ഈ മരുന്ന് നിങ്ങൾക്ക് 100% ഗുണം കിട്ടും. ഈ കണ്ണിലേക്ക് വരുന്ന ഭാഗം നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും ചെറുനാരങ്ങയുടെ നീരും മിക്സ് ചെയ്തിട്ട് നിങ്ങൾ അത് വെക്കുകയാണെന്ന് വെച്ചാൽ അത് മാറും. ചിലവർക്ക് പേസ്റ്റ് വെച്ചാൽ മാറുന്നുണ്ട്, ചിലവർക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെച്ചാൽ മാറുന്നുണ്ട്. അങ്ങനെ വസൂരിക്ക് ഒരുപാട് മരുന്നുകൾ ഉണ്ട് എങ്കിൽ പോലും ഇത് ഒറ്റ ട്രിപ്പ് വെച്ച് കഴിഞ്ഞാൽ തന്നെ പിന്നെ അതിൻ്റെ പിന്നാലെ നമുക്ക് മല്ല് കെട്ടേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം അത് സൂക്ഷിച്ച് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഈ മരുന്നുകളൊക്കെയാണ് ഇപ്പോൾ ഇതുള്ളത്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാലാണ് ഇതൊക്കെ ബാക്കിയുള്ള മരുന്നുകളുടെ ഓർമ്മയൊക്കെ വരുള്ളൂ. എന്നിരുന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നേരം എന്നാൽ കഴിയുന്ന മരുന്നുകളുടെ കാര്യം പറഞ്ഞു തരാൻ സാധിച്ചതും അതിനെ ചോദ്യപാലിയായി എടുത്തുകൊണ്ട് എന്നെ ഇത്ര നേരം എൻ്റെ അടുത്ത് വന്ന് ഇതൊക്കെ ചോദിക്കാനുള്ള ഇതുണ്ടായ ഈ ചാനലിൻ്റെ സ്ഥാപകർക്ക് ഒരു നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇത് മുഴുവൻ ആൾക്കാർക്കും ഫോർവേഡ് ചെയ്ത് എല്ലാവരിലും ഇത് എത്തിക്കാനുള്ള ഒരു മനസ്സ് എല്ലാവരും കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശേഖരേട്ടൻ തുടക്കക്കാർക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടായി. അപ്പോൾ അതിന് എൻ്റെ പേരിലും ഈ ചാനലിൻ്റെ പേരിലും ശേഖരേട്ടൻ നന്ദി പറയുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ലോഫ്റ്റ് വിസിറ്റും തുടക്കക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസായിട്ട് ഇനിയും വരും. അപ്പോൾ ഇത്ര നേരം നമ്മുടെ ചാനലിന് വേണ്ടിയിട്ടും നമുക്ക് വേണ്ടിയിട്ടും ശേഖരേട്ടൻ്റെ സമയം ചെലവഴിക്കുന്നുണ്ടായി. അപ്പോൾ അതിന് നമ്മൾ ശേഖരേട്ടനൊരു പൊന്നാട അണിയിക്കുകയാണ്.